സുകുമാരിയമ്മ മരിച്ചു. എങ്ങനെ മരിച്ചു? ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. എങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നു? ഫെബ്രുവരി 27-ാം തീയതി 2013 ഫെബ്രുവരി 27-ാം തീയതി സുകുമാരിയമ്മയ്ക്ക് ചെന്നൈയിലെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് തീ പിടിക്കുന്നു സാരിയിൽ. അങ്ങനെ 30-40% പൊള്ളലേറ്റ സുകുമാരിയമ്മനെ റോയൽപേട്ട ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. അവിടെ ചികിത്സയുടെ ഇടയിൽ ഈ പൊള്ളലേൽക്കലും അതുപോലെ തന്നെ പെട്ടെന്ന് മാർച്ച് 26-ാം തീയതി ആണ് അറ്റാക്ക് മൂലം മരിക്കുന്നത്. മരിക്കുമ്പോൾ നമ്മുടെ സുകുമാരിയമ്മയ്ക്ക് 72 വയസ്സായിരുന്നു. ഇപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ വിനയൻ ഒരു പ്രേതപടം എടുക്കുന്നുണ്ട്. ആ പ്രേതപടത്തിൽ ആകാശഗംഗ എന്ന പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റർ ഓർമ്മപ്പെടുത്തലായിട്ട് വന്നതാണ്. അപ്പോൾ വിനയൻ പറഞ്ഞത് എന്താണ്? ആകാശഗംഗയിൽ നമ്മുടെ മയൂരി ഉണ്ടായിരുന്നു നടി, നല്ല സുന്ദരിയായിട്ടുള്ള നടി. അത് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയുടെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. സുകുമാരിയമ്മ അങ്ങനെ തീ പിടിച്ചല്ല മരിച്ചത്. സുകുമാരിയമ്മ ആത്മഹത്യ ചെയ്തതാണെന്നൊരു സംശയം ഉണ്ടെന്നാണ് നമ്മുടെ വിനയം പറയുന്നത്. വിനയം പറഞ്ഞത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ ഒരു 10-20 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു സുകുമാരിയമ്മയുടെ മരണം ദുരൂഹമായിട്ട് ഇപ്പോഴും തുടരുന്നു എന്ന്. മയൂരി മരിച്ചു. മയൂരിയുടെ മരണം ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുന്നു. എന്താ കാരണം എന്നുള്ളത് അറിയില്ല. ആത്മഹത്യ ചെയ്തു. സുകുമാരിയമ്മ ഇതുപോലെ ആത്മഹത്യ ചെയ്താണെന്നാണ് ഒരു സംശയം പറയണത്. അപ്പോൾ അതിനിപ്പോൾ വിനയൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു 6th സെൻസ് തുടങ്ങാനുള്ള കാരണം എന്താണ്? വിനയൻ്റെ പ്രേതപടത്തിൽ നായികയെ കിട്ടാണ്ടിരിക്കാൻ മയൂരിയെ റോള് ചെയ്യാനായിട്ട് നടിയില്ലാണ്ട് ഷൂട്ടിങ് തുടങ്ങി. ഉണ്ണിമേരി നമ്മുടെ ദിവ്യ ഉണ്ണിന് ആ പടത്തിലെ നായിക. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി. അവിടെ സുകുമാരി ചേച്ചി ഉണ്ടായിരുന്നു ആ പടത്തിൽ. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി പകുതി 6-7 ദിവസം കഴിഞ്ഞപ്പോഴാണ് പല നടികളെയും നോക്കി കിട്ടിയില്ല. അങ്ങനെയാണ് സുകുമാരിയമ്മ പറയണത്. ചെന്നൈയിൽ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി റോഡിലേക്ക് കറക്റ്റാണ്, വലിയ കണ്ണുകളൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ മയൂരിനെ വിളിച്ച് വരുത്തണം. അന്ന് മയൂരി നടിയായിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ സൈഡ് റോളിലും അങ്ങനെ ഓരോ വേറെ ഈ ഫാഷൻ ഡിസൈനറൊക്കെ ആയിട്ട് വരയ്ക്കുന്ന സമയമാണെന്നാണ് പറഞ്ഞിട്ടത്. അങ്ങനെ വിളിച്ചു വരുത്തി. അപ്പോൾ കണ്ട വഴിക്ക് തന്നെ വിനീന് വലിയ ഇഷ്ടമായി. വിനീ അപ്പം തന്നെ ഫിക്സ് ചെയ്തു. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി. പിന്നെ തമിഴ്, തെലുങ്ക് അങ്ങനെ കുറേ പടങ്ങളിൽ അഭിനയിച്ചു. മലയാളത്തിൽ തന്നെ കുറേ പടങ്ങളൊക്കെ അഭിനയിച്ചു. നല്ല ടാലൻ്റുള്ള നടിയാണ്. ഒരു സുപ്രഭാതത്തിൽ മരിക്കുന്നു. കാരണം അജ്ഞാതം. ചിലർ പറയുന്ന രോഗം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മരിച്ചതെന്ന്. ചിലർ പറയുന്നത് വേറൊരു കാമുകം ഉണ്ടായിരുന്നു, ആ കാമുകം ചതിച്ച കാരണം ആത്മഹത്യ ചെയ്തത്. ഇതൊന്നുമല്ല. സുകുമാരിയമ്മയ്ക്ക് ഇങ്ങനെ ഒരു മരണം സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ആകാശഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം അതൊരു പ്രേതപടമാണ്. ഇങ്ങനെ പ്രേതപടം എടുക്കുന്നവരും അതുപോലെ തന്നെ പ്രേതപടത്തിൽ അഭിനയിക്കുന്നവർക്കും ഒരു നെഗറ്റീവ് എനർജി അവർക്കുണ്ടായിരിക്കും. ആ നെഗറ്റീവ് എനർജി ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒരേപോലെ ആത്മഹത്യ ചെയ്യാനായിട്ട് കാരണമായിരിക്കാം എന്ന് എനിക്കൊരു സംശയം. ആ സംശയം തന്നെയാണ് വിനയനും ഉണ്ടായിരുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ആകാശഗംഗ ശരിക്കും പറഞ്ഞാൽ 2005-ലാണ് നമ്മുടെ മയൂരി മരിക്കുന്നത്. 13 വർഷം കഴിഞ്ഞു നമ്മുടെ സുകുമാരി ചേച്ചി മരിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത്. അവസാന നാളുകളിൽ സുകുമാരി ചേച്ചി ഭയങ്കര ദുഃഖിതയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഭയങ്കര വിഷമം, സങ്കടം. അപ്പോൾ ഇനിയിപ്പോൾ ആത്മഹൂതി ചെയ്തതാണോ എന്ന് പോലും സംശയമുണ്ട്. എന്താണ്, ജീവിച്ചും മടുത്തു. അതുപോലെ തന്നെ ഇനി നമുക്ക് മരണാച്ച നമ്മുടെ അടുത്തേക്ക് വരുന്നുമില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ 72 വയസ്സായില്ലേ, അപ്പോൾ ആ ചില ആൾക്കാർക്ക് ഇങ്ങനെ ചില മെമ്മറീസുകൾ വരും. എന്താണ്, ഇനിയിപ്പോൾ എന്തിനാ നമുക്ക് ഇങ്ങനെ ജീവിക്കുന്നത്, ഇങ്ങനെ ചെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താം. അതുപോലെ വലിയൊരു ഈശ്വരഭക്തിയാണല്ലോ. അപ്പോൾ അങ്ങനെയും ചിന്തിക്കാം. പിന്നെ അതുമല്ല, ഈ റോയൽപേട്ട ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആശുപത്രിക്കാർ വളരെ മോശമായിട്ടാണ് സുകുമാരി ചേച്ചിയുടെ മൃതദേഹത്തോട് പെരുമാറിയെന്ന് പറയുന്നുണ്ട്. അതിന് തെളിവായിട്ട് അനൂപ് മേനോൻ പറഞ്ഞു. അന്ന് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ, അമ്മയുടെ ആൾക്കാരൊക്കെ വന്ന് അപ്പം തന്നെ പോയി അവിടെ ഈ ശവം കൊണ്ടുവരുമ്പോഴും ആംബുലൻസിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ
വളരെ മോശമായ രീതിയിലാണ് അവർ ഈ ആംബുലൻസിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് സുകുമാരി ചേച്ചിയുടെ മൃതദേഹം കൊണ്ടുവന്നതെന്ന് പറയുന്നത്. അതൊക്കെ വലിച്ചിങ്ങോട്ട് ഇട്ടാന്ന് പറഞ്ഞത്. അത് കൊണ്ടുവന്നിട്ട് ഇവർ ചെല്ലുമ്പോൾ തന്നെ മമ്മൂട്ടിയും അതുപോലെ തന്നെ അനൂപ് ചന്ദ്രൻ, മീര ജാസ്മിൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്റ്റെയർകേസിൽ കൊണ്ട് അവിടെ വെച്ചോക്കുക എന്ന് പറയുന്നത് ശവശരീരം. ഇത്രയും വലിയൊരു നടിയാണ്. എത്ര അവാർഡുകൾ കിട്ടിയതാണ്, എത്ര ഭാഷകൾ എങ്ങനെയൊക്കെ അഭിനയിച്ചതാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ ആശുപത്രിയിലുള്ള ആൾക്കാർ പോലും അറിയാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഒറ്റ മകനാണല്ലോ സുരേഷ് എന്ന് പറയുന്നത്, ഡോക്ടറാണ് മകൻ. അതുപോലെ ഭർത്താവ് വലിയൊരു കലാകാരനാണ്. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്യും, അഭിനയിച്ചിട്ടുണ്ട്, സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 1978 അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഈ ആശുപത്രിയിലത്തെ രംഗം അനൂപ് മേനോൻ അന്നത്തെ കാലത്ത് ഒരു പോസ്റ്റായിട്ട് ഇട്ടുണ്ടായിരുന്നു. ഈ ആശുപത്രിക്കാർ ചെയ്തതിൻ്റെ വൃത്തികേട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരിച്ച ഒരു ഡെഡ് ബോഡിയോട് ഒരു മൃതദേഹത്തിനോട് അനാദരവാണ് അവർ കാണിച്ചത്. അവർക്ക് അവിടെ എത്രയോ ആൾക്കാർ മരിക്കുന്നത്, അതിലൊരു കൂട്ടത്തിൽ ഒരാളായിട്ട് മാത്രമാണ് സുകുമാരി ചേച്ചിനെ അവർ കണ്ടുള്ളൂ എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമാണ്. നമ്മുടെയൊക്കെ സ്വന്തം അമ്മ പോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു നടിയാണ് സുകുമാരി ചേച്ചി. ഇനിയിപ്പോൾ വിനയം പറഞ്ഞ പോലെ അതൊരു ആത്മഹത്യ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവാതിരിക്കട്ടെ, എന്നാലും അങ്ങനെ ആവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മയൂരി മരിച്ചിട്ടും അതിൻ്റെ ഒരു കാര്യങ്ങളും നമുക്കറിയാൻ പറ്റില്ല എന്താ കാരണം എന്നുള്ളത്. അതുപോലെ തന്നെ സുകുമാരി ചേച്ചിക്ക് മരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സുകുമാരി ചേച്ചി മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു പ്രേതം ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട്. സുകുമാരി ചേച്ചി റെക്കമെൻഡ് ചെയ്ത ആൾ ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തു. സുകുമാരി ചേച്ചിനെ ആ കുട്ടീനെ റെക്കമെൻഡ് ചെയ്തത്, സുകുമാരി ചേച്ചിയും ആത്മഹത്യ ചെയ്തു. ഇതിലെന്തൊക്കെയോ ഇല്ലേ, എന്തൊക്കെയോ ഒരു പ്രേതത്തിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ഉള്ളിലില്ലേ. ഇനി വിനയൻ ഒരു സിനിമയും കൂടി പ്രേതത്തിനെടുക്കാൻ പോണ ആകാശഗംഗ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മൂപ്പരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. അതിനനുബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് അന്നും ഇന്നും സംശയമുള്ളൊരു കാര്യമാണ്. നമുക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും സംശയമുണ്ട്. അപ്പോൾ നമുക്ക് സുകുമാരി ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.